പ്രിയമുള്ളവർ രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്ക് 1-2 വാർത്തകൾ കണ്ടു. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഒന്ന് കാണുക. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇതാണ്, നോക്കുക. 6 വയസ്സിന് വടക്കുള്ള കുഞ്ഞുങ്ങൾക്ക് വിവിധ രൂപത്തിൽ ശർക്കരയൊക്കെ ചേർത്തിട്ടാണെങ്കിലും 3 നേരവും റേഷനിൽ കൊടുത്താൽ അവർക്കുണ്ടാകുന്ന ആ ശാരീരിക പ്രശ്നമെന്ത്, മാനസിക പ്രശ്നമെന്ത്, അവരുടെ പോഷകാഹാരം ചെല്ലുന്നുണ്ടോ ഉള്ളിൽ, പച്ചക്കറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായ ചോദ്യം. ഇത് ഫെർട്ടിഫൈഡ് എന്താണ്, ഫെർട്ടിഫൈഡ് അരി എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് വെയിലത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഉണക്കാൻ പാടില്ല. ഈ റേഷൻ അരി ആണെങ്കിലോ നല്ലൊരു പുഴുവാണ്. പുഴുവാണെങ്കിലോ വെയിലത്ത് വെച്ച് ഉണക്കണം. എൻ്റെ പ്രിയപ്പെട്ട മന്ത്രി വീണ ജോർജ് മാഡം, നിങ്ങളുടെ വീട്ടിൽ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ റേഷൻ അരി ബിരിയാണി ആക്കണം. 5 രൂപയാണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ 5 രൂപ വെച്ചത് ചെയ്യാൻ പറ്റില്ല. ഒരു അക്ഷയപാത്രത്തിന് നിങ്ങളൊന്നുകൂടി വിലപ്പിക്കുക. ഇതാണ് രണ്ടാമത്തെ വീഡിയോ. പറയുന്ന ഭക്ഷണ വസ്തുക്കൾ പാചകം ചെയ്യാൻ സർക്കാർ നൽകുന്ന റേഷൻ അരി മാത്രമാണെന്നാണ് അവരുടെ പരാതി. റേഷൻ അരി ഉപയോഗിച്ച് ജീവനക്കാർ പാചകം ചെയ്യേണ്ടത് 9-ലേറെ വിഭവങ്ങളാണ്. അടിയന്തരമായി മറ്റ് അവശ്യ വസ്തുക്കളും വിതരണം ചെയ്യണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെടുന്നു. മുട്ട ബിരിയാണി, പിടി, കൊഴുക്കട്ട, ചോർ, പായസം, ന്യൂട്രിലഡു, പുലാവ്, ഇഡ്ഡലി, പുട്ട്, ഇങ്ങനെ നീളുന്നു അംഗനവാടികളിലെ പരിഷ്കരിച്ച മെനു. കറി വിഭവങ്ങൾ വേറെയും. എന്നാൽ ഇതെല്ലാം പാചകം ചെയ്യുന്നതിന് സർക്കാർ നൽകുന്നത് അരി മാത്രമാണെന്നാണ് ആരോപണം. അരി കൊണ്ടെങ്ങനെ ഇത്രയധികം വിഭവങ്ങൾ കുട്ടികൾക്ക് വിളമ്പാനാകുമെന്ന സംശയത്തിലാണ് അംഗനവാടി ജീവനക്കാർ. രാവിലെ കൊഴുക്കട്ട അല്ലെങ്കിൽ പിടി കൊടുത്തിട്ടുണ്ട്. അതും ഈ അരിയിൽ ഉണ്ടാക്കേണ്ട സാധനമാണ്. അതുപോലെ ഉച്ചയ്ക്ക് മുട്ട ബിരിയാണിയിൽ ഒരു മുട്ടയും ഈ റേഷൻ അരി കൊണ്ടുള്ള ബിരിയാണിയാണ്. ബിരിയാണി വെക്കാം, പക്ഷേ നമുക്ക് ബിരിയാണിയുടെ അരിയും അതിനുള്ള സാധനങ്ങളും നമുക്ക് ഇറക്കി തരട്ടെ നമ്മുടെ അംഗൻവാടിയിൽ. പ്രിയമുള്ളവരെ, ഈ വാർത്ത കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി. മറ്റൊന്നുമല്ല, നട്ടലുള്ളവരുടെയും തലയ്ക്കത് വെളിച്ചമുള്ളവരുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. പൊട്ടന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആളുകൾ അവർക്ക് മുമ്പിൽ കാണുന്ന പ്രശ്നങ്ങൾ വിളിച്ചു പറയും. അത് കണ്ട് ആരും അമർഷം കൊള്ളേണ്ട കാര്യമില്ല. ഇനിയും അധികാരത്തിൽ തുടരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും അധികാരത്തിൽ വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഒരു അധികാരവുമില്ലാത്ത സാധാരണപ്പെട്ട ജനങ്ങൾ മുമ്പിൽ കാണുന്ന പ്രശ്നങ്ങൾ സധൈര്യം വിളിച്ചു പറയും. നിങ്ങളത് ഫേസ് ചെയ്യാൻ തയ്യാറാവുക, അതിന് മറുപടി പറയാൻ തയ്യാറാവുക.